ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പോണത് ഒരു വെറൈറ്റി കറിയായി. ഞാൻ ഇതുവരെയ്ക്ക് കണ്ടിട്ടില്ല ആരും ഇത് ഉണ്ടാക്കണത്. അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് വെറൈറ്റി കറി ഉണ്ടാക്കി കാണിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കറി ചെയ്യാൻ പോവാം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കണമെന്ന് കാണാട്ടോ. വാ പോവാം. ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വറുക്കാട്ടോ. തേങ്ങ വറുത്തരച്ച കറിയാണ് കേട്ടോ അത്. ആദ്യം തേങ്ങ വറുക്കാം. എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ. ആദ്യം നമുക്ക് കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി ഇടാം. മറന്നു. ആദ്യം പട്ട ഗ്രാമ്പൂ ഇടാം കേട്ടോ. രണ്ട് ഏലക്ക, രണ്ട് കഷ്ണം പട്ട, കുറച്ച് പെരിഞ്ജീരകം, 2 മണി കുരുമുളക്. ഇപ്പോൾ തന്നെ തേങ്ങ ഇടാൻ പോകും. ഇത് നമുക്ക് കരിയാണ്ട് ഗോൾഡ് കളറാവണ വരെ വറക്കാട്ടോ. 2 കറിവേപ്പില ഇടാം കേട്ടോ. കറിവേപ്പില ഇല്ല ഇവിടെ, അത് മാത്രം വാങ്ങിയിട്ടില്ല. ഇപ്പം തേങ്ങയെല്ലാം നല്ല വറവായിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ തേങ്ങയൊക്കെ ഒന്ന് ചൂടാറുമ്പോഴേക്കും കുറച്ച് കറി താളിക്കാം. പിന്നെയും കുറേ പണികളുണ്ട്. ആദ്യം സബോള ഒന്ന് വഴറ്റാം. വേറെ കഷ്ണമൊന്നും ഞാൻ ഇടണില്ല. തക്കാളിയും സബോളയൊക്കെ ഇടണുള്ളൂ. മഷ്റൂമൊക്കെ ഉണ്ടാക്കിയത് മഷ്റൂം കറിയാണ് ശരിക്ക്. സൂപ്പറായിട്ടുണ്ടാവും. പിന്നെ ഇനി മുട്ട ലാസ്റ്റ് ഒരു ഹൈലൈറ്റ് വരുന്നുണ്ട്. സബോള കുറച്ച് വഴഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇടാം കേട്ടോ. ഇപ്പം നമുക്ക് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതെല്ലാം ചേർത്തോട്ടോ. ചിലവർക്ക് മല്ലിപ്പൊടി ഇഷ്ടമുണ്ടാവില്ല, ചിലവർക്ക് മുളക് പൊടി അധികം ഇഷ്ടമുണ്ടാവില്ല. അതൊക്കെ നമ്മുടെ ചെയ്യണവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടോളൂ. ഇത് നല്ല വറവായിട്ടുണ്ട്. 2 തക്കാളി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് മുട്ടപ്പണി ചെയ്യാം. കുറേ പണിയുണ്ട്. ആദ്യം നമുക്ക് 2 സവാളയും ഉള്ളിയാണ് ഇട്ടത്, സവാളയല്ല കേട്ടോ. ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒരു ബൗളിലിട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് തിരുമ്പാം. ഒന്നത് തിരുമ്മി പിടിപ്പിക്കാം. പച്ചമുളകാണെങ്കിൽ തീരെ എരിവില്ലാത്ത മുളകാണ്. ഇപ്പോൾ കിട്ടണം മുളകൊക്കെ എരിവില്ലാത്ത മുളക്. ഇതിലേക്ക് ഒരു 5 മുട്ട പൊട്ടിച്ചൊഴിക്കാം.
ഇത് നല്ല മിക്സ് ചെയ്യാം. നല്ല ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കറിയിലേക്ക് നമ്മൾ അരച്ച വെള്ളം തൊടാണ്ട് അരച്ച ഈ തേങ്ങയിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത്തിരി കൂടി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കാം. കുറച്ച് കഴിഞ്ഞാൽ കട്ടിയാവും കറി. മഷ്റൂം ഉണ്ടെങ്കിൽ ഈ വറുക്കുമ്പോൾ മഷ്റൂം ഇട്ട അടിപൊളിയായിരിക്കും. ഇനി നമുക്ക് ആ കറി തിളയ്ക്കുമ്പോഴേക്കും ഹൈലൈറ്റ് എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടി ഉണ്ടല്ലോ, കുഴിയുരുളി, അതിലേക്ക് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു ടേസ്റ്റിന് എണ്ണ ഒന്ന് ചൂടായിട്ടിട്ട് നമുക്ക് ഈ മുട്ട ഉണ്ണിയപ്പന്മാരി ഒഴിച്ചെടുക്കാം. എത്ര ഉണ്ടാവും നോക്കാം. ഇത് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ടാക്കണം കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് കിട്ടും. സവാള ഇട്ട് അത്ര ടേസ്റ്റ് കിട്ടും. കരിയാണ്ട് വേഗം മറച്ചിടണം. മുട്ടപ്പനിയാരം, ഇതിൻ്റെ പേര് മുട്ടപ്പനിയാരം. ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് വേറെ ഒന്നും വേണ്ട, എന്നിട്ട് ഈ കറിയിലേക്ക് അത് ഇടണം. മറ്റേ ഭാഗം മൊരിയുമ്പോൾ എടുത്തിടാം. കണ്ട ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാനുണ്ടാക്കിയ മുട്ടപ്പനിയാരം. ഇത് ഓരോന്നോരോന്ന് അലക്കിയിടുക. ഭയങ്കര ടേസ്റ്റായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം ഉരുളൻകിഴങ്ങോ മഷ്റൂമോ എന്തെങ്കിലും ഇട്ടാൽ അതും അടിപൊളി ടേസ്റ്റായിരിക്കും. ബാക്കിയുള്ളത് ഇതുമാതിരി ഉണ്ടാക്കും. എണ്ണ ഇല്ലാണ്ട് ഒഴിച്ച് നോക്കാം. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1 2 ഇട്ടാൽ മതി. ഞാൻ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 4 ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 പ്രാവശ്യം ഉണ്ടാക്കാനുള്ളത് ഈ 5 മുട്ടയിൽ നിന്ന് 5 മുട്ട, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ടപ്പോൾ 9 18 മുട്ട പനിയാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കോരിയെടുക്കാം കേട്ടോ. ഇപ്പോൾ കറി ഇവിടെ നല്ല തിളച്ചിട്ടുണ്ട്.
തേങ്ങാപ്പാലുണ്ടെങ്കിൽ കട്ടിപ്പാൽ ഫസ്റ്റ് പാലില്ലേ ഇപ്പോൾ ഒഴിക്കുക കേട്ടോ. എനിക്ക് തേങ്ങാപ്പാലില്ല, ഞാൻ ഒഴിക്കുന്നില്ല. ഇപ്പോൾ ഇതിങ്ങോട്ട് പറക്കിയിടാം. നമുക്ക് ഓരോന്നോരോന്ന് അങ്ങോട്ട് പറക്കിയിടാം. ഇത് പൊട്ടൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. പുഴുങ്ങിയ മുട്ടയുടെ മാതിരി പൊട്ടുന്നുള്ള പേടി വേണ്ട. പൂക്കളിട്ട മാതിരി ഉണ്ടാവും. കണ്ടോ മുട്ടപ്പനിയാരം എങ്ങനെയുണ്ട്? സൂപ്പറുണ്ട്. വേണമെങ്കിൽ കുറച്ച് ചാറൊക്കെ എടുത്ത് ഇതിൻ്റെ മേലേക്കൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അടിപൊളി ടേസ്റ്റ്. അത്തിരി കഴിഞ്ഞ് അതൊക്കെ കുടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഇതിൽ കിട്ടും. തേങ്ങാപ്പാലുണ്ടെങ്കിൽ ഇതിലും ടേസ്റ്റായിരിക്കും കേട്ടോ ഈ കറി. എനിക്ക് തേങ്ങാപ്പാലില്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഇനി താളിക്കണമൊന്നുമില്ല, ആദ്യം നമ്മൾ താളിച്ചതല്ലേ. തുള്ളി മണത്തിന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വയ്ക്കുക. അപ്പം നമ്മുടെ കറി ഇവിടെ സൂപ്പറാണ് വന്നിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് നോക്കാം കേട്ടോ. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ടേസ്റ്റാവും, ഞാൻ കഴിച്ചിട്ടുള്ളത് കൊണ്ട് പറയാം. അടിപൊളി ടേസ്റ്റാണ്. എന്നുണ്ടെങ്കിൽ കുറച്ച് തൈരോ വല്ല അച്ചാറോ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ കഴിക്കാം. ഡിന്നറായിട്ട് വെറുതെ കഴിക്കാം. രണ്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇത് കഴിക്കാം. നല്ല രസമാണ്. ഇട്ട് കാരണം കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ കേട്ടാ, ബായ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ ബായ്.